രാജിവെക്കണമെന്ന KPCC നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് DCC ഓഫീസിലെത്തിയ പ്രസിഡന്റ് ജോസ് വള്ളൂരിന് വൻ സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് പ്രവർത്തകർ. മുദ്രാവാക്യം വിളികളുമായാണ് പ്രവർത്തകർ ജോസ് വള്ളൂരിനെ സ്വീകരിച്ചത്. രാജിപ്രഖ്യാപനം മുതിർന്ന നേതാക്കളുടെ യോഗത്തിന് ശേഷമാണെന്ന് ജോസ് വള്ളൂർ വ്യക്തമാക്കുന്നു. അതേസമയം തന്നെ ജില്ലാ UDF ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് MP വിൻസെന്റ് മാധ്യമങ്ങളോട് പറഞ്ഞു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പോസ്റ്റർ ഒട്ടിക്കാനൊന്നും മെനക്കെടാതിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ വ്യാപകമായി പോസ്റ്റർ ഒട്ടിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുദ്രാവാക്യം വിളികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. അവിടെ ജോസ് വള്ളൂർ DCC ഓഫീസിലെത്തിയപ്പോൾ എന്തായിരുന്നു അന്തരീക്ഷം? MP വിൻസെന്റ് എപ്പോഴത്തേക്ക് രാജി സമർപ്പിക്കും? വള്ളൂരിന്റെ രാജി എപ്പോഴുണ്ടാകും? ലിബീഷ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അല്പം മുമ്പാണ് തൃശൂർ DCC ഓഫീസിലെത്തിയത്. ഡൽഹിയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവിടെ എത്തിയ ജോസ് വള്ളൂരിനെ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വീകരിച്ച് മേലെ DCC ഓഫീസിൽ മുതിർന്ന പ്രവർത്തകരുടെ ഒരു യോഗം നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ യോഗത്തിൽ DCC പ്രസിഡന്റ് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം ആയിരിക്കും ഒരുപക്ഷെ രാജി പ്രഖ്യാപനം എന്നാണ് അറിയുന്നത്. പക്ഷേ ഈ യോഗം നടന്നതിന് ശേഷമാണ് UDF ജില്ലാ ചെയർമാനായ MP വിൻസെന്റ് DCC ഓഫീസിലേക്ക് എത്തിയത്. അപ്പോൾ തന്നെ മാധ്യമങ്ങൾ കാണുകയും ചെയ്തു. മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് തന്റെ UDF ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്നാണ് പറഞ്ഞത്. ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് തന്റെ രാജി എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ മേലെ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുതിർന്ന നേതാക്കളുമായിട്ടുള്ള യോഗത്തിന് ശേഷമായിരിക്കും ജോസ് വള്ളൂരും ഒരുപക്ഷെ MP വിൻസെന്റും ചേർന്ന് രാജി പ്രഖ്യാപനം നടത്തുക. എന്തായാലും MP വിൻസെന്റ് അല്പം മുമ്പ് തന്നെ മാധ്യമങ്ങളോട് രാജി പ്രഖ്യാപനം അറിയിച്ചിട്ടുണ്ട്. ജോസ് വള്ളൂർ മാത്രമാണ് വ്യക്തമായ രീതിയിൽ രാജിവെക്കുന്നതെന്ന് ഇപ്പോഴും പറഞ്ഞില്ല. പക്ഷെ നമുക്ക് ഉള്ളിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് മേലെ നടന്ന മുതിർന്ന നേതാക്കളുടെ യോഗത്തിൽ തന്റെ രാജി കാര്യം നേതാക്കളുമായി സംവദിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം ജോസ് വള്ളൂർ താഴേക്ക് ഇറങ്ങും. താഴേക്ക് ഇറങ്ങിയാൽ മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളെ കണ്ട ഔദ്യോഗികമായി രാജി പ്രഖ്യാപനം ഉണ്ടാകും. എന്തായാലും ധാർമ്മിക ഉത്തരവാദിത്വം ഈ തൃശൂർ DCCയിൽ നടന്ന കൂട്ടത്തല്ലും അതുപോലെ പോസ്റ്റർ യുദ്ധവും തൃശ്ശൂരിലെ K മുരളീധരന്റെ തോൽവിയും എല്ലാത്തിന്റെയും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ഇരുവരും രാജിവെക്കുന്നത് എന്നാണ് പറയുന്നത്. അത് MP വിൻസെന്റ് വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും രാവിലെ എത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ പ്രവർത്തകർ കയർക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി. മാധ്യമങ്ങളോട് DCC പരിസരത്ത് നിന്നും പുറത്തു കടക്കാൻ ആവശ്യപ്പെട്ടു. ഇത് തടഞ്ഞ കോർപ്പറേഷനിലെ ജയപ്രകാശ് എന്ന കൗൺസിലറെ മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്നൊരു കയ്യേറ്റം ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ അധികം നേരം ഈ കയ്യേറ്റം നീണ്ടു നിന്നില്ല. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉണ്ടായുള്ളൂ. മാധ്യമങ്ങളോട് പുറത്തു കടക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രവർത്തകർ ആക്രോശിച്ചത്. ഇതിനുശേഷമാണ് ജോസ് വള്ളൂർ മേലേക്ക് കയറിയതും മുതിർന്ന നേതാക്കളുമായി യോഗത്തിൽ സംബന്ധിച്ചു. ഇപ്പൊ എന്തായാലും യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിന് ശേഷം രാജ്യപ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. യോഗത്തിൽ പ്രവർത്തകരോട് അല്ലെങ്കിൽ നേതാക്കളോട് തന്റെ രാജിക്കാര്യം പറഞ്ഞതായാണ് നമുക്ക് മുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. എന്തായാലും MP വിൻസെന്റും ജോസ് വള്ളൂരും ഇതുമായി ബന്ധപ്പെട്ട് തൃശൂർ DCCയിൽ നടന്ന കൂട്ടത്തല്ലും അതുപോലെ പോസ്റ്റർ യുദ്ധവും തൃശ്ശൂരിലെ K മുരളീധരന്റെ തോൽവിയും എല്ലാം ചേർത്തതിന്റെ എല്ലാം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ലിബീഷ്, അനീഷ്, ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടത്, അതായത് DCC ഓഫീസിൽ നടന്ന ഈ കൂട്ടത്തല്ലിൽ മറുവിഭാഗമുണ്ടല്ലോ. അതായത് K മുരളീധരനെ അനുകൂലിക്കുന്ന സജീവൻ കുരിയേച്ചർ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും സംസ്ഥാന നേതാക്കൾ അടക്കമുള്ള ഒരു വിഭാഗം, അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ആലോചിക്കുന്നുണ്ടോ നേതൃത്വം? അത്തരത്തിലേക്കൊന്നും ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. അങ്ങനെ ഒരു സൂചന ലഭിക്കുന്ന ഒരു പക്ഷേ സജീവൻ കുരേച്ചർക്കെതിരെ നടപടി ഉണ്ടായേക്കാം എന്നൊരു സൂചന ലഭിക്കുന്നു. പക്ഷെ അതിൽ നിലവിൽ സ്ഥിരീകരണങ്ങളൊന്നുമില്ല. മറ്റ് ഇപ്പോൾ K മുരളീധരന്റെ പക്ഷത്തിന്റെ ആളുകളൊന്നും ഈ DCC അംഗണത്തിൽ നിലവിൽ കാണാനില്ല. ഇവിടെ ഉള്ളതെല്ലാം ഒരുപക്ഷെ ഔദ്യോഗിക പക്ഷത്തിന്റെ ആളുകൾ മാത്രമാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ജോസ് വള്ളൂർ താഴേക്ക് ഇറങ്ങും. മേലെ നടക്കുന്ന മുതിർന്ന നേതാക്കളുടെ യോഗത്തിൽ സംബന്ധിച്ച ശേഷം താഴെ ഇറങ്ങി മാധ്യമങ്ങളോട് ഔദ്യോഗികമായി തന്നെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് രാജിക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രാജി സന്നദ്ധത ഇരുവർക്കുമുണ്ട്. ഇരുവരും രാജിവെക്കാൻ തന്നെയാണ് തയ്യാറെടുത്ത് വന്നിട്ടുള്ളത്. അതിന്റെ സൂചനയാണ് MP വിൻസെന്റ് തന്റെ UDF ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതെന്ന് വ്യക്തമാക്കിയതും. ലിബീഷ്, കോൺഗ്രസിന്റെ തോൽവിയിൽ തുടർചലനങ്ങൾ. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും സ്ഥാനം രാജിവെക്കും. മോദി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ